ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. അതെ, തെങ്കാശിയിലേക്ക്. തെങ്കാശിയിലെ സുന്ദരപാണ്ഡ്യപുരം. സത്യം പറയാലോ, റീൽസ് ഒക്കെ കണ്ട് പ്രാന്തായിട്ട് സൂര്യകാന്തി പൂ കാണാനുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ഉറങ്ങിക്കിടന്ന മനുഷ്യനെ കുത്തിപ്പൊക്കി നട്ടുച്ചയ്ക്ക് സുന്ദരപാണ്ഡ്യപുരത്തേക്ക് പോയി സൂര്യകാന്തി പൂ കാണാനേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ദാ കിടക്കുന്നു നല്ല മഴ. അതിപ്പോ അങ്ങനാണല്ലോ, മഴ, കട്ടൻ കാപ്പി, ജോൺസൺ മാഷും കട്ടൻ കാപ്പി ഇല്ലെങ്കിലും ഞങ്ങളൊരു പാട്ട് പാടാന്ന് വിചാരിച്ചു. ദാസ് മാഷേ. ഒരു കവിത പറഞ്ഞേ. ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇത് നമ്മുടെ ജിജോ മോനാണ്. ഇപ്പൊ ഗൾഫിൽ അങ്ങനെ ഞങ്ങൾ തെങ്കാശിയുടെ ബോർഡർ കഴിഞ്ഞു. നമ്മുടെ തമിഴ്നാട് അറിയാലോ, അടുത്തടുത്ത വീടുകളും അമ്പലങ്ങളും ഒക്കെ ഉണ്ടാവും. അതിലൊരാളാണിത്. ആരാന്നറിയില്ല, അവിടുത്തെ ഏതെങ്കിലും ദൈവമായിരിക്കുമല്ലോ. പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയായിരുന്നു. ഭംഗി കണ്ട് കണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി. ഇതേതൊട്ടകം? ഗൾഫുകാരൻ കൂടെ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒട്ടകമൊക്കെ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ ഒരു കാറ്റാടി കണ്ടു, പിന്നെ കുറേ കാറ്റാടി കണ്ടു. ഇപ്പൊ എന്താ എത്താത്തേന്നായി അവസാനം വിശന്നാട പടലമായി. അപ്പൊ കയ്യിലുണ്ടായിരുന്ന ലേസ് എടുത്തപ്പോ ദേരിക്കുന്നൊരു ലവ്. ഒന്നും നോക്കിയില്ല, വീഡിയോ എടുത്തു. അവസാനം ഞങ്ങൾ വളരെ ട്വിസ്റ്റുകളോടെ സൂര്യകാന്തി തോട്ടത്തിലെത്തി. ഇതല്ല, ഇങ്ങനല്ല ഞാൻ കണ്ട സൂര്യകാന്തി തോട്ടം. റീൽസ് കള്ളായതാണോ അതോ ഞങ്ങൾക്ക് വഴിതെറ്റിയതാണോ? ഒന്നുമല്ല ഗൈസ്, റീൽസിൽ കണ്ട സൂര്യകാന്തി തോട്ടം മൊത്തം കരിഞ്ഞു. അതിന്റെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല, കാരണം മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയ നിമിഷമായിരുന്നു അത്. അങ്ങനെ അവസാനം ഞങ്ങൾ തന്നെ കണ്ടെത്തി. പിന്നെ തോട്ടക്കാരൻ വരുന്നതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഈ ചെറിയ പൂന്തോട്ടത്തിന് 100-300 രൂപ കൊടുക്കേണ്ടി വന്നേനെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സങ്കടമുണ്ട് ഗൈസ്, നല്ല സങ്കടമുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ട് വരുന്ന വഴിക്കാണ് ഒരടിപൊളി ക്ഷേത്രം കണ്ടത്. എല്ലാം ചാടി ഇറങ്ങി. ചെന്ന് കയറിയപ്പോഴേ മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒക്കെ ആയിട്ട് അമ്മമാരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് പൂവൊക്കെ വെച്ച് അമ്പലത്തിനകത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ വീഡിയോ എടുത്തു. പിന്നെ ഇച്ചായൻ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഇച്ചായന് ഭയങ്കര ടെൻഷനായിരുന്നു അവിടെ നിന്നപ്പം, നമുക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ കയറി എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. ഇതാരോടെ ഇപ്പം വേണ്ട? പൂ വിൽക്കുന്നൊരു ചേച്ചിയായിരുന്നു അത്. പക്ഷെ അവരുടെ നിപ്പ് കണ്ട പണ്ട് മുതലേ പരിചയമുള്ള പോലെ. അപ്പൊ ഈ അമ്പലത്തിൽ എല്ലാവർക്കും കയറാം എന്നൊക്കെയാണ് ആ ചേച്ചി പറയുന്നത്. അടുത്ത നമ്മുടെ ലക്ഷ്യം ശരവണാസ്. ഒന്നും നോക്കിയില്ല, ആ ശരവണാസിൽ കയറി നല്ല അടിപൊളി മസാല ദോശ അങ്ങോട്ട് തട്ടി വയറ് ഫുള്ളാക്കി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. സൂര്യകാന്തിപ്പൂ കണ്ടില്ലെങ്കിൽ എന്താ, മനസ്സിലുള്ള മറ്റൊരു ചെറിയ ആഗ്രഹം സാധിച്ചു. പിച്ചിപ്പൂ എനിക്ക് കളയാൻ തോന്നിയില്ല കേട്ടോ. അത് കുറേ നേരം കാറി വെച്ചു. പിന്നെ ഞങ്ങൾ ഇന്നത്തെ ദിവസത്തിലെ കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി പതിയെ